കഴിഞ്ഞ 3 വീഡിയോയിലൂടെ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The sum of place value and face value of 7 in the 97,582 is 97,582 എന്ന ഈ നമ്പറിനകത്തിലെ 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവിൻ്റെയും സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 97,582 എന്ന നമ്പറിനകത്തിലെ 7ൻ്റെ ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവിൻ്റെയും സമ്മാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലേസ് വാല്യൂ എന്താണ്, ഫേസ് വാല്യൂ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നമ്പർ നോക്കാം. 97,582 ഇതാണ് നമ്പർ. ഈ നമ്പറിനകത്തിൽ 7ൻ്റെ ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണാം. ഫസ്റ്റ് ഫേസ് വാല്യൂവിൻ്റെ ഫേസ് വാല്യൂ നോക്കാം. എന്താ ഫേസ് വാല്യൂ? ഏതൊരു നമ്പറിൻ്റെയും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ 7ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 7 തന്നെ ആയിരിക്കും. ദെൻ ഇതിനകത്തിലെ 5ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 5 തന്നെ ആയിരിക്കും. 8ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 8 തന്നെ ആയിരിക്കും. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ ഏത് നമ്പറിൻ്റെ ഫേസ് വാല്യൂ ആണോ ചോദിക്കുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. അടുത്ത പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ എന്താ പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലേ, പ്ലേസ്. ഈ 7 കിടക്കുന്ന പ്ലേസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഏത് സ്ഥാനത്താണ് 7 കിടക്കുന്നത് നോക്കിയേ. വൺസിൻ്റെ ഇതാണ് വൺസിൻ്റെ സ്ഥാനം, ഇത് ടെൻസ്, 100, 7 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനത്താണ് അല്ലേ. അപ്പോൾ 7 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പറാണ്. നമ്മൾ പറയുമ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്, 97,000. അപ്പോൾ 7 കിടക്കുന്നത് 1000ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7 × 1000 7,000. നമ്മൾ പറയുമ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്, 97,000 7,000 അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 7,000, ഫേസ് വാല്യൂ നമുക്ക് കിട്ടി 7. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? പ്ലേസ് വാല്യൂവിൻ്റെയും ഫേസ് വാല്യൂവിൻ്റെയും സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയും കൂടെ സം എടുക്കുക. അപ്പം 7,000 + 7 = 7,007. ഇതാണ് ആൻസർ. ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏത് നമ്പറിൻ്റെ ഫേസ് വാല്യൂ ആണോ ചോദിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ വാല്യൂവിനെയാണ് നമ്മൾ 7 അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ആക്ച്വൽ വാല്യൂ എന്താണോ അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ ആണോ ചോദിക്കുന്നത് അതിനകത്ത് അത് കിടക്കുന്ന പ്ലേസിനെയും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ 7 × 1000 7 കിടക്കുന്നത് 1000ൻ്റെ പ്ലേസിലാണ്. നോക്കിയേ, ഇത് വൺസ്, ഇത് ടെൻസ്, 100, 1000, ദെൻ 7000. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുക്കണം. 7,000 + 7 7,007 എന്ന് കിട്ടും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ ഈ ക്വസ്റ്റ്യനകത്തിൽ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയർ ഈസ് 84? എന്താ ചോദിച്ചിരിക്കുന്നത്? 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്? നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ തൊട്ടടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 24, 25, 26, 27 ഇത് തൊട്ടടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഇവിടെ പറഞ്ഞേക്കുന്ന കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന്. അപ്പം തൊട്ടടുത്തടുത്ത് വരുന്ന ഈവൻ നമ്പേഴ്സുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ 2, 4, 6 അല്ലേ, ഇങ്ങനെ തൊട്ടടുത്തടുത്ത് വരുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഏത് ഈവൻ നമ്പറാണെന്ന് പറയുന്നില്ല, ഏതോ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് ആ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് 84 ആണ്. ആ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്പറിനെ എക്സ് എന്നെടുക്കാം. ആദ്യത്തെ നമ്പറിനെ എക്സ് എന്നെടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്രയായിരിക്കും? നോക്കി, ഇവിടെ ഫസ്റ്റ് നമ്പർ 2 ആണ്. അപ്പം 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ കിട്ടുന്നത്. വീണ്ടും 2 കൂട്ടുമ്പോൾ അടുത്ത നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ
എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 2 കൂട്ടണം, എക്സ് പ്ലസ് 2 കൂട്ടണം അല്ലേ? ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ രണ്ട് നമ്പർ എക്സും എക്സ് പ്ലസ് 2. ഇനി ചോദിച്ചേക്കുന്നത് എന്തുവാ? ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ, ഇപ്പുറത്തെന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഡിഫറൻസ് കാണണം, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്. ഇവിടെ നോക്കിയേ, വലിയ സംഖ്യ ഏതാ? വലിയ സംഖ്യ ഇതാണ്, എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് വലിയ സംഖ്യ. അപ്പോൾ ഈ വലിയ സംഖ്യയിൽ നിന്നും ഈ ചെറുത് കുറയ്ക്കണം അല്ലേ? ഓക്കെ, ചെയ്യാം. അപ്പം എക്സ് പ്ലസ് 2വിൽ നിന്നും എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 84 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ മൈനസ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 84 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് ചെയ്യണം, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ചെയ്യുക. നോക്കുക, എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ കേട്ടിട്ടുണ്ടല്ലോ. എന്താ അത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഓക്കെ, അതേപോലെ ഈ രൂപത്തിലാണ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ കിടക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക്? എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ നോക്കി, എക്സിൻ്റെ എയുടെ സ്ഥാനത്ത് എക്സ് കിടക്കുന്നു, ബിയുടെ സ്ഥാനത്ത് 2 കിടക്കുന്നു. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞ എയുടെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് ഇൻറ്റു 2 പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4x പ്ലസ് 4. ഇതാണ് ഇക്വേഷനിൽ വരുന്നത് അല്ലേ? അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ്, ഇതിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 84 എന്ന് കിട്ടി അല്ലേ? ഓക്കെ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയറിൽ നിന്നും എക്സ് സ്ക്വയർ കുറച്ചാൽ മൈനസ് എക്സ് സ്ക്വയർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ സൈൻ പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസലായി പോവും. ബാക്കി ആരുണ്ട്? 4x പ്ലസ് 4, ബാക്കി 4x പ്ലസ് 4 ഉണ്ട്. അപ്പോൾ 4x പ്ലസ് 4 ഈക്വൽ ടു 84. 4x പ്ലസ് 4 ഈക്വൽ ടു 84. നോക്കി, രണ്ടിടത്തും 4 ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് 4നെ കോമൺ ആയിട്ട് ഇഞ്ഞെടുക്കാം. അപ്പം 4 ഇൻറ്റു എക്സ്, 4xൽ നിന്നും 4 പുറത്തേക്ക് വന്നാൽ എക്സ് മാത്രം അവശേഷിക്കും, പ്ലസ് ഇവിടുന്ന് 4 ഇഞ്ഞ് പുറത്തെടുത്താൽ അവിടെ 1 നിൽക്കും അല്ലേ? അപ്പം 1 ഈക്വൽ ടു 84. ഇനി നോക്കിയേ, എക്സ് പ്ലസ് 1ൻ്റെ കൂടെ 4 എന്ത് ചെയ്തേക്കുന്നു? ഇൻറ്റു ചെയ്തേക്കുന്നു അല്ലേ? ഇൻറ്റു ചെയ്തേക്കുന്നു. അതുകൊണ്ട് ഈ 4നെ നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. 4നെ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് ഏത് ക്രിയയാണോ ചെയ്യുന്നത് അത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് ക്രിയയാവും. ഇവിടെ ഗുണനം ചെയ്തേക്കുന്ന 4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഹരണമാവും, ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 4 എന്നാവും. ഈ 4നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 4 ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ആയി. ദെൻ ആൻസർ എത്ര കിട്ടും? 21 എന്ന് കിട്ടി. ഇനി എക്സ് പ്ലസ് 1 ആണ് 21 അല്ലേ? എക്സ് പ്ലസ് 1 ആണ് 21. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ചെയ്തേക്കുന്ന 1 നമുക്ക് എക്സല്ലേ കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് ചെയ്തേക്കുന്ന 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, എന്താവും? പ്ലസ് ചെയ്തത് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 21 മൈനസ് 1 ഈക്വൽ ടു 20 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ 20 എന്ന് പറയുന്നത് നോക്കിയേ, 20 എന്ന് പറയുന്നത് എന്താ തന്നേക്കുന്നത്? എക്സ് ആണ് കിട്ടിയേക്കുന്നത്. എക്സ് നമ്മളെന്ന് വെച്ചാൽ നമ്മളെടുത്ത രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, എക്സും എക്സ് പ്ലസ് 2ഉം, അതിലെ ആദ്യത്തെ നമ്പറാണ് 20 കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? 22 ആയിരിക്കും അല്ലേ? ആദ്യത്തെ എക്സ് 20 കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആരായിരിക്കും? 22. അപ്പോൾ 20ഉം 22ഉം
ഇനി ഇത് രണ്ടും ചോദിച്ചത് നമ്മുടെ അടുത്ത് എന്തോ ചോദിച്ചേക്കുന്നത്, ഈ രണ്ട് നമ്പേഴ്സാണ് ചോദിച്ചേക്കുന്നത്? അല്ല, ഇതിൻ്റെ സം ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 20 + 22 എത്ര കിട്ടും? 20 + 22 20 + 22 42. ഇതാണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ 42 സി. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 20 മോർ ദാൻ ദ ഫസ്റ്റ് നമ്പേഴ്സ് എമംഗ് 3. വാട്ട് ഈസ് ദ മിഡിൽ നമ്പർ? ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എന്താ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? തൊട്ടടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ്. എക്സാമ്പിൾ പറയുകയാണ്, 1 3 5. ഇതാണ് തൊട്ടടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ? 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 3 കിട്ടിയത്. ആ 3ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് 5 കിട്ടി അല്ലേ? അപ്പം എന്താ പറഞ്ഞത്? 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പം +2 കൂട്ടിയപ്പം നമുക്ക് 3 കിട്ടി. വീണ്ടും +2 കൂട്ടിയപ്പം നമുക്ക് 5 കിട്ടി. അപ്പം ഏതാ 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സ് എന്നെടുക്കാം. ആദ്യത്തെ നമ്പറിനെ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? x+2 ആയിരിക്കും. മൂന്നാമത്തെ നമ്പരോ? ഈ ഒന്നാമത്തെ നമ്പറിൻ്റെ കൂടെ ഇവിടുത്തെ 2ഉം വീണ്ടും ഒരു 2ഉം കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ? x+4. മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടുന്നതല്ലേ? x+2 + 2 എത്ര കിട്ടും? x+4. ഇതാണ് നമ്മുടെ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഓക്കെ, അവർ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സമ്മ്, ഈ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ്, ഈ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ് നോക്കാം. x+2 + x+4. ഈ 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 20 മോർ ദാൻ ദ ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പറിനേക്കാൾ 20 കൂടുതലാണ്. അപ്പം ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 20 കൂടുതലെന്ന് വെച്ചാൽ 20 + x അല്ലെങ്കിൽ x+20 എന്ന് പറയാം. ആദ്യത്തെ നമ്പറിനേക്കാൾ 20 കൂടുതലാണ്. കണ്ടോ? അപ്പോൾ അതേ ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇതിനകത്തിൽ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ മിഡിൽ നമ്പർ? അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള നമ്പർ ഏതാണ്? മിഡിൽ നമ്പർ ഏതാണ്? അതിനാദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. നോക്കിയേ, ഇവിടെ എത്ര എക്സ് ഉണ്ട്? 1 2 3. അപ്പോൾ എക്സ് + എക്സ് + എക്സ് 3x. 3x + 2 + 4 6 = 20 + x. ഇനി എന്ത് ചെയ്യുക? ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ കൂട്ടിയേക്കുന്ന എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ കുറയ്ക്കും. അപ്പോൾ 3x - x = 20. അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ കൂട്ടിയേക്കുന്ന 6 ഇപ്പുറത്ത് വരുമ്പോൾ കുറയ്ക്കും. അപ്പോൾ 3x - x 2x. ഇവിടെ 20 - 6 എന്ന് പറയുന്നത് 40 കിട്ടും. then x = 14 / 2. എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 7 കിട്ടി. എക്സ് എന്ന് പറയുന്നത് നോക്കി, ആദ്യത്തെ നമ്പറാണ് എക്സാക്റ്റ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ നമ്പർ കിട്ടി 7. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? വാട്ട് ഈസ് ദ മിഡിൽ നമ്പർ? മിഡിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് നമ്പർ എക്സ് ആയിരിക്കും, അത് 7. തൊട്ടടുത്ത നമ്പർ x+2 എന്ന് വെച്ചാൽ 7 + 2 9. അതിൻ്റെ അടുത്തത് x+4 എന്ന് വെച്ചാൽ 7 + 4 11. അപ്പോൾ അതിനകത്തുള്ള മിഡിൽ നമ്പർ 9 ആയിരിക്കും. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The difference between a number of 2 digits and the number obtaining interchange its digit is 63. What is the difference between its digit? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു 2 ഡിജിറ്റ് നമ്പർ ഉദാഹരണം പറയുകയാണ്, പറയാം 23 എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ, ആ 2 ഡിജിറ്റ് നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഈ 3 ആദ്യം വരും, 2 രണ്ടാമത് വരും
കണ്ടോ 23യെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ഓഫ് 2 ഡിജിറ്റ് ആൻഡ് ദ നമ്പർ ഒബ്റ്റെയിൻ ഇൻ്റർചേഞ്ച് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 63. അങ്ങനെ ഇതേപോലെ ഏതോ ഒരു 2 നമ്പർ, ആ 2 നമ്പറിനെ ആദ്യത്തെ നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 63 ആണ്. തമ്മിലുള്ള ഡിഫറൻസ് 63 ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡിജിറ്റ്? ഇതിൻ്റെ 2 ഡിജിറ്റ് തമ്മിൽ ഉള്ള ഡിഫറൻസ് എത്രയാകും? മനസ്സിലായോ? അപ്പോൾ 23 എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് XY എന്ന് എടുക്കാം. ഓക്കെ, XY എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പർ. ഈ XYയെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ YX എന്ന് കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് XY മൈനസ് YX തമ്മിലുള്ള ഡിഫറൻസ് 63 ആണ് എങ്കിൽ ഇതിൻ്റെ ഡിജിറ്റ്സ് ഏതാ? X എന്ന് പറയുന്ന ഡിജിറ്റും Y എന്ന് പറയുന്ന ഡിജിറ്റും. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? X മൈനസ് Y എത്രയാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, നമ്മളെപ്പോഴും ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്, ഇവിടെ ഞാനൊരു 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞു 23 അല്ലേ? ഒന്ന് നോക്കിയേ, 23 ഒന്ന് നോക്കിയേ. 23 എന്ന് പറയുന്നത് എന്താ? 20 പ്ലസ് 3 അല്ലേ 23 വരുന്നത്? 20നെ നമുക്ക് വീണ്ടും ഒന്ന് മാറ്റി എഴുതിയാൽ 2 ഇൻറ്റു 10 പ്ലസ് 3 അല്ലേ? മനസ്സിലായോ? 20 എന്ന് പറയുന്നത് 2 ഇൻറ്റു 10. നമ്മൾ പ്ലേസ് വാല്യൂ പറയുന്നത് പോലെ 2നെ 10 കൊണ്ട് ഗുണിക്കും, അതല്ലേ 20 എന്ന് പറയുന്നത്. പ്ലസ് 3 അതിൻ്റെ കൂടെ 3യും കൂടെ കൂട്ടുന്നതാണ്. അതേപോലെ XY എന്ന് പറഞ്ഞ് നോക്കിയേ. XY ഇതേപോലെ എന്ന് പറഞ്ഞേ X ഇൻറ്റു 10 പ്ലസ് Y അതല്ലേ XY എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ 10x പ്ലസ് Y എന്ന് എഴുതി കൂടെയോ? ഇതാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10x പ്ലസ് Y. ഇനി YXനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ Y ഇൻറ്റു 10 പ്ലസ് എക്സ് അല്ലേ? Y ഇൻറ്റു 10 10y. അപ്പം 10y പ്ലസ് എക്സ് എന്ന് പറയാം. അപ്പം XYയെ നമുക്ക് 10x പ്ലസ് Y എന്ന് പറയാം. YXനെ നമുക്ക് 10y പ്ലസ് എക്സ് എന്ന് പറയാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 63. ഓക്കെ, ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 10x പ്ലസ് y മൈനസ് 10y പ്ലസ് എക്സ് എന്ന് പറയുന്നത് 63 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 10x ഇങ്ങനെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഒന്നിൽ കൂടെ ടേം ഉണ്ടെങ്കിൽ നമ്മളതിനെ ബ്രാക്കറ്റിൽ ഇടണം. കാരണം ഈ മൈനസ് ഈ 2 പേർക്കും അധികാരമുള്ളതാണ്. അപ്പം 10x പ്ലസ് y മൈനസ് ഈ മൈനസിനകത്തേക്ക് കയറ്റി ഗുണിക്കണം. മൈനസ് 10y മൈനസ് ഇൻറ്റു പ്ലസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 63. ഓക്കെ, ഇവിടെ ഒരു 10x മൈനസ് എക്സ്. 10xൽ നിന്നും മൈനസ് എക്സ് പോയാൽ ഒരു എക്സ് പോയാൽ 10x മൈനസ് എക്സ്, അല്ലെങ്കിൽ അവനെ ചേർത്ത് എഴുത് 10x മൈനസ് എക്സ് എത്ര കിട്ടും? 9x മൈനസ് 10y പ്ലസ് y. ഓക്കെ, മൈനസ് 10y 10ൽ നിന്നും മൈനസ് 10ൻ്റെ കൂടെ ഒരു y കൂട്ടുന്നു, എത്ര കിട്ടും? മൈനസ് 10ൻ്റെ കൂടെ ഒരു y കൂട്ടുമ്പം മൈനസ് 9y ഈക്വൽ ടു 63. മനസ്സിലായോ? ഓക്കെ, രണ്ടിടത്ത് 9 ഉണ്ടല്ലോ കോമൺ ആയിട്ട്. രണ്ടിടത്തും കോമൺ ആയിട്ട് 9 ഉള്ളതുകൊണ്ട് നമ്മൾ 9നെ ഇനി കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി എക്സ് മൈനസ് വൈ ഈക്വൽ ടു 63 എന്ന് കിട്ടി. ഓക്കെ, 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 63. ഓക്കെ, ഈ 9 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലയോ? ഈ 9നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്ന 9 ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആവും. അപ്പം 63 ഡിവൈഡ് ബൈ 9 എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 2 ഡിജിറ്റ്സ്, നമ്മൾ ആദ്യമേ എടുത്ത ഡിജിറ്റ്സ് ഉണ്ടല്ലോ XY, ആ XYക്കകത്തിലെ 2 ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സ് മൈനസ് വൈ. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യം ചോദിച്ചത്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 7 കിട്ടി. ഓപ്ഷൻ സി. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ?
അപ്പം ഏതൊരു 2 ഡിജിറ്റ് നമ്പറിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? 10x പ്ലസ് വൈ. അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. 10x പ്ലസ് വൈ, 10x പ്ലസ് വൈ. ഏത് 2 ഡിജിറ്റ് നമ്പറിനെ കൺസിഡർ ചെയ്താലും 10x പ്ലസ് വൈ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിനകത്തേക്ക് പോകാം. The sum of the digits of 2 digit. The sum of the digits of a 2 digits number is 9 and the difference of those digits is 3. What is the product of the digits of the same number? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു 2 ഡിജിറ്റ് നമ്പർ, നമ്മൾ 2 ഡിജിറ്റ് നമ്പർ XY എന്നെടുക്കുന്നു. ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ്, ഇതിനകത്തുള്ള ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈസ് 9 ആണ്, 9. ആൻഡ് ദ ഡിഫറൻസ് ഓഫ് ദോസ് ഡിജിറ്റ്, ഈ ഡിജിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 3യുമാണ്. എങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഡിജിറ്റ്സ്, ഈ രണ്ട് ഡിജിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എന്ത്? പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9 എന്നും എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്നും കിട്ടി. ഇതിനെ ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഏതൊരു ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയൻ്റ് എന്തായി പോകണം? ക്യാൻസലായി പോകണം. ഒരു വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ട് വേരിയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. അതിൽ നിന്ന് ഒരു വേരിയൻറ്റ് ക്യാൻസലായി പോകണം. എന്നാൽ മാത്രമേ ഒറ്റ വേരിയൻറ്റിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷനെ തമ്മിൽ ഞാൻ കൂട്ടുക. ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2വിനെയും ഞാൻ കൂട്ടുന്നു. എക്സ് പ്ലസ് എക്സ് 2x എന്ന് കിട്ടും. പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസലായി പോവും അല്ലേ? ഈക്വൽ ടു 9 പ്ലസ് 3 12. അപ്പം 2x ഈക്വൽ ടു 12 എന്ന് കിട്ടി. ദെൻ എക്സ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 2 6 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ഡിജിറ്റ് എക്സിനെ നമുക്ക് 6 എന്ന് കിട്ടി. ഇത് കിട്ടിയ എക്സിൻ്റെ വാല്യൂ കൊണ്ടുവന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നോക്കിയേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9 ആണ്. അതിനകത്ത് എക്സിൻ്റെ വാല്യൂ കിട്ടി 6. അപ്പം 6 പ്ലസ് വൈ ഈക്വൽ ടു 9. വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്ലസ് 6 അപ്പുറത്ത് പോകുമ്പം മൈനസ് ആവും. 9 മൈനസ് 6 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 6, വൈയുടെ വാല്യൂ കിട്ടി 3. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 63 ആയിരിക്കാം. ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ഇൻറ്റു 3 ഈക്വൽ ടു 18. ഓപ്ഷൻ സി. മനസ്സിലായോ? ഈ ഇക്വേഷൻ ചെയ്യാൻ അറിയാമല്ലോ. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഏതെങ്കിലും രണ്ട്, ഇത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്, വൈ എന്ന് പറയുന്ന വേരിയൻറ്റ്, ഇങ്ങനെ രണ്ട് വേരിയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഇതിലെ ഒരു വേരിയൻറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. അതിനുവേണ്ടി ഈ നമ്പർ, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കൂട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്. ഒരു 2 ഡിജിറ്റ് നമ്പർ കൺസിഡർ ചെയ്യുക. ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ 10x പ്ലസ് വൈ. ഓക്കെ, ആ ഒരു നമ്പർ കൺസിഡർ ചെയ്തു. ഇനി ഇഫ് ദ ഡിജിറ്റ് ഇൻ്റർചേഞ്ച്ഡ്, ഈ ഡിജിറ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇത് XY എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് YX എന്ന് കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? 10y പ്ലസ് എക്സ്. അങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, ആസ് ആഡഡ് ടു ദി ഒറിജിനൽ നമ്പർ. ഈ കിട്ടിയ നമ്പറിനെ നമ്മൾ ഒറിജിനൽ നമ്പറുമായിട്ട് ആഡ് ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ ഒറിജിനൽ നമ്പർ XY എന്ന് പറയുന്ന ഈ XY എന്ന നമ്പറിനുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 10x പ്ലസ് വൈ പ്ലസ് 10y പ്ലസ് എക്സ്. ഓക്കെ, ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ. ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പം ഒരു ആൻസർ കിട്ടുമല്ലോ. ആ കിട്ടുന്ന ആൻസർ എന്തിൻ്റെ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന ആൻസറിനെ ഇതിൽ ഏത് നമ്പർ കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 10x പ്ലസ് എക്സ് എത്ര കിട്ടും? 11x പ്ലസ് y പ്ലസ് 10y, അതും 11y.
ഓക്കെ, ഇവിടെ രണ്ടിടത്തും 11 ഉണ്ടല്ലോ, അതുകൊണ്ട് 11നെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ബാക്കി x+y. നോക്കിയേ, നമുക്ക് കിട്ടിയ ആ നമ്പറിനെ അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം x+yയും 10y+xും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവുണ്ടല്ലോ, അത് നോക്കിയേ 11ൻ്റെ മൾട്ടിപ്പിളാണ്. കണ്ടോ, അത് ആ നമ്പറിനെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന ഏതൊരു നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് എന്തിൻ്റെ ഡിവിസിബിളാണ്? 11ൻ്റെ ഡിവിസിബിളാണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, ഈ നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ഡ്രൈവർ നോസ് 4 ഡിഫറെൻറ്റ് റൂട്ട്സ് ഫ്രം ഡൽഹി ടു അമൃത്സർ. ഒരു കാർ ഡ്രൈവറിന് ഇത് ഡൽഹിയാണ്. ഈ ഡൽഹിയിൽ നിന്നും ഈ അമൃത്സറിലേക്ക് പോകാനായിട്ട്, ഈ ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് പോകാനായിട്ട് 4 വഴികൾ അറിയാം അല്ലേ? 4 ഡിഫറെൻറ്റ് വേ, 4 വഴികൾ അറിയാം. 4 വഴികൾ അറിയാം. ഓക്കെ, ഇനി അടുത്ത വഴി നോക്കിയേ. ഫ്രം അമൃത്സർ ടു പത്താൻകോട്ട്. ഇനി അമൃത്സറിൽ നിന്നും പത്താൻകോട്ടിലേക്ക് പോകാൻ ഹീ നോസ് 3 ഡിഫറെൻറ്റ് റൂട്ട്. അയാൾക്ക് എത്ര ഡിഫറെൻറ്റ് റൂട്ട് അറിയാം? 3 റൂട്ട് അറിയാം. 1, 2, 3. ഇനി ഫ്രം പത്താൻകോട്ട് ടു ജമ്മു. ഇനി ജമ്മുവിലേക്ക് പോകാൻ അയാൾക്ക് എത്ര വഴി അറിയാം? ഹീ നോസ് 2 ഡിഫറെൻറ്റ് റൂട്ട്. 2 ഡിഫറെൻറ്റ് റൂട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റൂട്ട്സ് ഡസ് ഹീ നോസ് ഫ്രം ഡൽഹി ടു ജമ്മു? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഡൽഹിയിൽ നിന്നും ജമ്മുവിലേക്ക് എത്താൻ, ഇവിടെ നിന്നും ഡൽഹിയിൽ നിന്നും ജമ്മുവിലേക്ക് എത്താൻ ടോട്ടൽ എത്ര വഴി അറിയാം? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇയാളിത് ഈ കാറുമായിട്ട് ഫസ്റ്റ് ഈ വഴി പോവാം അല്ലേ? ഇത് നമുക്ക് ABCD എന്നൊന്ന് കൊടുത്തു നോക്കാം. ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇത് PQRS എന്ന് കൊടുക്കാം. PQR. ഇത് XY എന്ന് കൊടുക്കാം. ഓക്കെ, ആദ്യം അയാൾക്ക് ഇങ്ങനെ എയിൽ കൂടി പോകാം. ഫസ്റ്റ് അയാൾ എയിൽ കൂടി പോയിട്ട് P വഴി X വഴി ജമ്മുവിലെത്തുന്നു. ഇങ്ങനെ എയിൽ കൂടി P വഴി X വഴി ജമ്മുവിലെത്തുന്നു. ഇനി അയാൾക്ക് ഈ എയിൽ കൂടി ഇങ്ങനെ ഇവിടം വരെ വന്നിട്ട് Q വഴി കയറി Xനകത്ത് കൂടെ ജമ്മുവിലെത്താം. എന്താ പറഞ്ഞാൽ എയിൽ കൂടെ പോയി Q വഴി Xനകത്ത് കൂടെ ജമ്മുവിലെത്താം. ഇനി അടുത്ത റൂട്ട് അയാൾ പറയുകയാണെങ്കിൽ എയിൽ കൂടി ഇങ്ങനെ പോയിട്ട് R വഴി കയറി X വഴി ജമ്മുവിലെത്താം. എയിൽ കൂടെ പോയി R വഴി കയറി X വഴി ജമ്മുവിലെത്താം. ഇനി അയാൾക്ക് ഈ എയിനകത്ത് കൂടെ കയറി P കൂടെ കയറി Y കൂടെ ജമ്മുവിലെത്താം. എ കൂടെ കയറി P കൂടെ കയറി Y വഴി ജമ്മുവിലെത്താം. അല്ലെങ്കിൽ എയിലൂടെ പോയി Q വഴി Y വഴി ജമ്മുവിലെത്താം. അതേപോലെ നമുക്ക് എയിലൂടെ പോയി R വഴി Y വഴി ജമ്മുവിലെത്താം. അപ്പോൾ എ എന്ന റൂട്ടിൽ കൂടെ എത്ര നോക്കിയാൽ 6 ഡിവിഷൻ കിട്ടി അല്ലേ? 6 വഴി കിട്ടി. എയിനകത്ത് കൂടെ എ എന്ന് പറയുന്ന ഒറ്റ വഴിയിൽ കൂടെ വഴി സ്റ്റാർട്ട് ചെയ്ത് എത്ര വഴി കിട്ടി? നമുക്ക് 6 വഴി കിട്ടി. ഇനി B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. ഇതിലെല്ലാവർക്കും എത്ര ഉണ്ടായിരിക്കും? 6 വഴി വീതം ഉണ്ടായിരിക്കും. ഇത് സെയിം വേ അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 6 4 24. 24 വഴി. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ വഴി. ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ വഴി ഇതാണ്. ഇനി മറ്റൊരു രീതിയിൽ ചെയ്യാം. എങ്ങനെയാ നോക്കിയേ, ഇവിടെ എത്ര വഴിയുണ്ടെന്ന് പറഞ്ഞു? ഡൽഹിയിൽ നിന്നും അമൃത്സറിലെത്താൻ 4 വഴിയുണ്ട്. ഡൽഹിയിൽ നിന്നും അമൃത്സറിലെത്താൻ 4 വഴി. അടുത്ത അമൃത്സറിൽ നിന്നും പത്താൻകോട്ട് എത്താൻ 3 വഴികളുണ്ട്. ഈ പത്താൻകോട്ടിൽ നിന്നും ജമ്മുവിലെത്താൻ 2 വഴിയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് നോക്കിയേ. ഈ 4 വഴി,
ഈ 3 വഴി അടുത്ത 2 വഴി എല്ലാം കൂടെ ഒന്ന് ഗുണിച്ച് നോക്കിയേ. 4 3 12, 12 × 2 24. അപ്പോൾ ഇതാണ് ഈസി വേ. നമുക്ക് തരുന്ന റൂട്ടിൻ്റെ എണ്ണം എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി, ഗുണിച്ചെഴുതിയാൽ മതി. ഇതാണ് ഈസി വേ. മനസ്സിലായോ? നമുക്ക് തരുന്ന റൂട്ടിൻ്റെ എണ്ണം എല്ലാം കൂടെ ഗുണിച്ചെഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ബോക്സ് ഓഫ് സീറ്റ് ഈസ് ഡിവൈഡ് എമംഗ് 24 ചിൽഡ്രൻ. ഓക്കെ, ഒരു ബോക്സിനകത്തിൽ സീറ്റ്സ് ഉണ്ട്. അത് 24 ചിൽഡ്രൻസിന് ഇങ്ങനെ വീതിച്ചു കൊടുത്തു. 24 പേർക്ക് ഇങ്ങനെ 1 മുതൽ ഇങ്ങനെ വീതിച്ച് 24 പേർക്ക് കൊടുത്തു. ഒരാൾക്ക് 5 സീറ്റ് വീതം കിട്ടി. ഓരോരുത്തർക്കും 5 സീറ്റ് വീതം കിട്ടി. 5 സീറ്റ് വീതം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ് ഇഫ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ 4? 24 പേർക്കും കൊടുത്തു, ഒരാൾക്ക് 5 വീതം അല്ലേ. ഇനി പറയുകയാണ് ഈ 24 പേരിൽ നിന്നും 4 പേരങ്ങ് പോയി. അപ്പം ബാക്കി എത്ര പേരേ ഉള്ളൂ? 20 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 20 പേർക്ക് ഈ സാധനം, ഈ ബോക്സിനകത്തുള്ള സീറ്റ്സ് 20 പേർക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര വീതം കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഈ സീറ്റ് ബോക്സിനകത്ത് കുറച്ച് സീറ്റ്സ് ഉണ്ട്. അത് ക്ലാസ്സിലെ 24 പേർക്ക് വീതിച്ചു കൊടുത്തു. 24 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ ഒരാൾക്ക് 5 എണ്ണം വീതം കിട്ടിയെങ്കിൽ ഇതിനകത്തിൽ 4 പേര് വന്നിട്ടില്ല. ബാക്കി അന്നേരം എത്രയേ കാണത്തുള്ളൂ? 20 പേരെ കാണത്തുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 20 പേർക്ക് ഈ ഇരിക്കുന്ന സീറ്റ്സ് എത്ര എണ്ണം വീതം ഒരാൾക്ക് കിട്ടും? 20 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പം എത്ര എണ്ണം വീതം ഒരാൾക്ക് കിട്ടും? 24 പേരുണ്ടായിരുന്നപ്പം ഒരാൾക്ക് 5 എണ്ണം വീതം കിട്ടിയെങ്കിൽ 20 പേരുള്ളപ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ എത്ര സീറ്റ്സ് ഉണ്ടെന്ന് അറിയണം. എത്ര സീറ്റ്സ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? നോക്കി, 24 പേർക്ക് 5 എണ്ണം വീതം കൊടുക്കണമെങ്കിൽ ടോട്ടൽ എത്ര സീറ്റ്സ് കാണും? 24 × 5 അല്ലേ? എത്ര സീറ്റ്സ് കാണും? 120 സീറ്റ്സ് കാണും അല്ലേ? ടോട്ടൽ എത്ര സീറ്റ്സ് കാണും? 120 സീറ്റ്സ് കാണും. ഇനി ഈ 120 സീറ്റ്സിനെ നമുക്ക് 20 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പം 120 ഡിവൈഡഡ് ബൈ 20 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ എത്ര എണ്ണം കിട്ടും ഒരാൾക്ക്? ഓക്കെ, 6 എണ്ണം വീതം. ഒരാൾക്ക് എത്ര എണ്ണം കിട്ടും? 6 എണ്ണം വീതം. മനസ്സിലായോ ചെയ്തേ? അപ്പോൾ ആദ്യം ടോട്ടൽ സീറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ സീറ്റ്സ് കിട്ടാൻ എത്ര ചെയ്യണം? ഈ ആളുടെ എണ്ണം ഇൻറ്റു ഒരാൾക്ക് കിട്ടിയത് 24 × 5 ചെയ്തപ്പോൾ 120. അപ്പോൾ 120 സീറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ഈ 120 സീറ്റ്സിനെ നമുക്ക് 20 പേർക്കായിട്ട് വായിച്ചു കൊടുക്കണം. അപ്പോൾ 120 ഡിവൈഡ് ബൈ 20 6. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ സ്കൂൾ ഹാസ് 8 പീരീഡ് എ ഡേ ഈച്ച് ഓഫ് 45 മിനിറ്റ് ഡ്യൂറേഷൻ. ഒരു സ്കൂളിൽ 8 പീരീഡുണ്ട്. ഒരു സ്കൂളിൽ 8 പീരീഡുണ്ട്. ഒരു പീരീഡിൻ്റെ ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വുഡ് ഈച്ച് പീരീഡ് ബി ഇഫ് ദ സ്കൂൾ ഹാസ് 8 പീരീഡ് എ ഡേ? അപ്പോൾ ഒരു സ്കൂളിൽ 8 പീരീഡുണ്ട്. ഈ 8 പീരീഡിൽ ഓരോ പീരീഡും 45 മിനിറ്റ് ഉണ്ട്. ഒരു പീരീഡിന് 45 മിനിറ്റ്. ഇനി ആ സ്കൂളിൽ 9 പീരീഡ് ആക്കുക. ഒരു ദിവസം 9 പീരീഡ്. പക്ഷേ സ്കൂൾ ടൈമിന് മാറ്റമൊന്നുമില്ല. അസ്യൂമിങ് ദ നമ്പർ ഓഫ് സ്കൂൾ ഹവേഴ്സ് ഓഫ് ദി സെയിം. സ്കൂൾ ഹവേഴ്സിന് മാറ്റമൊന്നുമില്ല. ഈ 8 പീരീഡ് എന്നുള്ളത് 9 പീരീഡ് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ പീരീഡും എത്ര മിനിറ്റ് വീതം കാണും? മനസ്സിലായ ക്വസ്റ്റ്യൻ? 8 പീരീഡ് ഉണ്ടായിരുന്നപ്പോൾ ഒരു പീരീഡ് 45 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ 9 പീരീഡ് ആക്കുകയാണെങ്കിൽ ഒരു പീരീഡ് എത്ര മിനിറ്റ് വീതം ഉണ്ടായിരിക്കും? എങ്ങനെ ചെയ്യും? അപ്പോൾ ആദ്യം ആ സ്കൂള് ടോട്ടൽ എത്ര ഹവറാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പീരീഡ് 45 മിനിറ്റ് ആണെങ്കിൽ 8 പീരീഡ് അല്ലേ ആദ്യം സ്കൂളുള്ളൂ? 8 പീരീഡ്. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡ് 45 ആണെങ്കിൽ 8 പീരീഡും കൂടെ ചേരുമ്പോൾ എത്ര കിട്ടും? 8 × 45. അപ്പം ടോട്ടൽ സ്കൂളിലെ ഹവർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 × 45. 8 × 45 എത്ര കിട്ടും? 360 മിനിറ്റ്. അപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് 360 മിനിറ്റാണ്. ഇനി ഈ 360 മിനിറ്റിനെ നമുക്ക് എത്ര പീരീഡ് ആക്കണം? 9 പീരീഡ് ആക്കണം അല്ലേ?
ടോട്ടൽ സമയമൊന്നും മാറിയില്ലെന്ന് പറഞ്ഞല്ലോ. 360 സ്കൂൾ ഹവർ. ആ സ്കൂൾ ഹവറിനെ നമുക്ക് 9 പീരീഡ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പീരീഡ് എത്ര കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കണം? 360നെ 9 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്യണം. 9. അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. 40 മിനിറ്റ്. അപ്പോൾ 8 പീരീഡ് ഉണ്ടായിരുന്നപ്പോൾ ഒരു പീരീഡ് 45 മിനിറ്റ് ആയിരുന്നെങ്കിൽ 9 പീരീഡ് ഉണ്ടെങ്കിൽ ഒരു പീരീഡ് 40 മിനിറ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി. മനസ്സിലായാലോ എങ്ങനെയാണെന്ന്? ആദ്യം ടോട്ടൽ കാണണം. സ്കൂൾ മൊത്തത്തിൽ എത്ര മിനിറ്റാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക. അത് 360. ആ 360 ഇനി 9 പീരീഡായിട്ട് വായിച്ചു കൊടുക്കണം. അങ്ങനെ 360 ഡിവൈഡ് ബൈ 9 40 മിനിറ്റ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കോച്ച് ഓഫ് ക്രിക്കറ്റ് ടീം buys 7 bats and 6 balls for 3,800 rupees. Later he buys 3 bats and 5 balls for 1,750 rupees. Then the cost of each bat and each ball will be. നോക്കാം. എന്താ പറഞ്ഞത്? ഒരു ക്രിക്കറ്റ് ടീം 7 ബാറ്റും, അപ്പം ബാറ്റിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. ബാറ്റിനെ എക്സ് എന്നെടുക്കാം. ബോളിനെ വൈ എന്നും എടുക്കാം. ഓക്കെ, ബാറ്റ് എക്സും ബോൾ വൈയും. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 7 ബാറ്റും എന്ന് വെച്ചാൽ 7 എക്സും 6 ബോളും 6 വൈയും കൂടെ വാങ്ങി. അല്ല, ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു? വാങ്ങി. അപ്പം 7x, ഒരു ബാറ്റിൻ്റെ വില എക്സ് രൂപയും ഒരു ബോളിൻ്റെ വില വൈ രൂപയും ആണെങ്കിൽ 7 ബാറ്റ് എന്ന് പറയുമ്പം 7 ഇൻറ്റു എക്സ് പ്ലസ് 6 ഇൻറ്റു വൈ, ബോളിൻ്റെ വില വൈ ആണെങ്കിൽ 6 ഇൻറ്റു വൈ. അപ്പോൾ ഇത് രണ്ടും കൂടെ മേടിച്ചപ്പം 3800 മനസ്സിലായോ? ഇനി അതിന് ശേഷം വീണ്ടും 3 ബാറ്റ് എന്ന് പറയുമ്പോൾ 3x അല്ലേ? ഒരു ബാറ്റിൻ്റെ വില എക്സ് ആണെങ്കിൽ 3 ബാറ്റിൻ്റെ വില 3x പ്ലസ് ഒരു ബോളിൻ്റെ വില വൈ ആണെങ്കിൽ 5 ബോളും, അപ്പോൾ 5y. രണ്ടും കൂടെ മേടിച്ചപ്പോൾ 1750 രൂപയായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ബാറ്റിൻ്റെയും ബോളിൻ്റെയും വില? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി, ഇവിടെ 2 ഇക്വേഷൻ അല്ലേ കിട്ടിയ? 7x പ്ലസ് 3y ഈക്വൽ ടു 3800 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷനും 3x പ്ലസ് 5y ഈക്വൽ ടു 1750 എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനും. നമ്മൾ കഴിഞ്ഞ ഒരു കണക്കിനകത്ത് പറഞ്ഞായിരുന്നു, 2 വേരിയൻ്റ് വരുവാണെങ്കിൽ അതിലൊരു വേരിയൻറ്റിന് എന്ത് ചെയ്ത് കളയണം? ക്യാൻസൽ ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കി, ക്യാൻസൽ ചെയ്ത് കളയാൻ എക്സിൻ്റെ ടേം നോക്കി, ഇവിടെ 7ഉം ഇവിടെ 3ഉമാണ്. ഒരേ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റൂ. ഇത് വൈയും ഇവിടെ 6y ഇവിടെ 5y അതും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമേ ഈ 2 ഇക്വേഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരേപോലെ ആക്കണം. ഏതെങ്കിലും ഒരു ടേമോ, ഒന്നെങ്കിൽ എക്സിൻ്റെ ടേമോ അല്ലെങ്കിൽ വൈയുടെ ടേമോ നമ്മൾ എന്ത് ചെയ്യുക? ഒരേപോലെ ആക്കണം. ഇപ്പം ഇവിടെ നമുക്ക് വൈയുടെ ടേം ഒരേപോലെ ആക്കാം. അതിനെന്ത് ചെയ്താൽ മതി? 6y 5y ഒരേപോലെ ആക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ട് ഗുണിക്കണം. രണ്ടാമത്തെ ഇക്വേഷനെ 6 കൊണ്ടും ഗുണിക്കണം. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇവിടെ നോക്കിയേ, ഇവിടെ 6 അല്ലേ? ഈ 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 30 എന്ന് കിട്ടും. ഇവിടെ 5 അല്ലേ? ഈ 5നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ 2 വൈയുടെ വാല്യൂവും ഈക്വൽ ആവുമല്ലോ. അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഗുണിക്കണം. അപ്പം ഇത് ഒന്നാമത്തെ ഇക്വേഷനെ ഫുള്ളായിട്ടാണ് 5 കൊണ്ട് ഗുണിക്കുന്നത്. നോക്കിയേ, 5 കൊണ്ട് ഗുണിക്കുമ്പം 5 ഇൻറ്റു 7x, 5 കൊണ്ട് ഗുണിക്കാൻ പോവാ. 5 ഇൻറ്റു 7x ദെൻ 35x പ്ലസ് 6 ഇൻറ്റു 5 30y ഈക്വൽ ടു 3800 ഇൻറ്റു 5. എല്ലാ ടേമിനെയും 5 കൊണ്ട് ഗുണിക്കണം ഒന്നാമത്തെ ഇക്വേഷനകത്തിൽ അല്ലേ? അപ്പം 800നെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ഇത് കിട്ടും. ഇനി അടുത്തത് ഇക്വേഷൻ നമ്പർ 2നെ 6 കൊണ്ട് ഗുണിക്കണം.
ഓക്കെ 6 ഇൻറ്റു 3 18x പ്ലസ് 5 ഇൻറ്റു 6 30y ഈക്വൽ ടു 1750 ഇൻറ്റു 6 എത്ര കിട്ടും 1050. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ നോക്കിയേ ഈ 30y-യും 30y ഇവിടെ കിട്ടി. ഇനി ഈ 30y-യിൽ നിന്നും 30y പോയാലല്ലേ ഇവിടെ 0y എന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 30y-യിൽ നിന്നും 30y പോകണമെങ്കിൽ ഈ പ്ലസ് മാറി ഇവിടെ എന്താകണം മൈനസ് ആകണം. പ്ലസ് മാറി ഇവിടെ എന്താകണം മൈനസ് ആകണം അല്ലേ. ഇവിടെ പ്ലസ് മാറി മൈനസ് ആകണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം ഈ എല്ലാ ടേമിനെയും മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. എല്ലാ ടേമിനെയും മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിൽ നിന്നും ഈ ഇക്വേഷനിൽ നിന്നും മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നാലാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും നാലാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. നോക്കിയേ 35x-ൽ നിന്നും 18x കുറയ്ക്കണം. 35x-ൽ നിന്നും 18x കുറയ്ക്കണം. 35-ൽ നിന്നും 18x കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് 17x എന്ന് കിട്ടും. ഇനി 30y-യിൽ നിന്നും 30y കുറയ്ക്കണം. അപ്പം നമുക്ക് 0y എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മളിവിടെ മൈനസ് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇവിടുത്തെ മൈനസ് ചെയ്യാൻ എളുപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനകത്തിലെ സൈൻ എല്ലാം മാറ്റണം. പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കണം. കണ്ടോ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കിയിട്ട് തമ്മിൽ കൂട്ടണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പ്ലസ് 30y-യും മൈനസ് 30y-യും ക്യാൻസലായി പോവും. ബാക്കി ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8500. മനസ്സിലായോ? ഇനി നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ എക്സ് ഈക്വൽ ടു 8500 ഡിവൈഡഡ് ബൈ 70. ആൻസർ കിട്ടും 5 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബാറ്റിൻ്റെ വാല്യൂ എക്സ് എന്ന് പറയുന്ന ബാറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 500 ആണ്. എക്സിൻ്റെ വാല്യൂ 500 ആണ്. നോക്കിയേ ക്വസ്റ്റ്യനകത്ത് 500 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ 500 ഉള്ള ഒരു ഓപ്ഷൻ. അടുത്ത ചെയ്ത് നോക്കണ്ട ബോൾ എത്ര എന്നുള്ളത് ചെയ്ത് നോക്കണ്ട. അതിന് മുമ്പേ നമുക്ക് ആൻസർ കിട്ടും 500 ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ചെയ്യുന്നത് മനസ്സിലായോ? എന്താ ചെയ്യണം ഒരേപോലെ ആക്കണം. ഒരേപോലത്തെ നമ്പേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരേ നമ്പേഴ്സ് ആക്കണം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഗുണിച്ചാൽ മതി. അങ്ങനെ ഗുണിച്ച് ഒരേ നമ്പർ ആക്കിയതിന് ശേഷം ഇതുപോലെ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ക്യാൻസൽ ചെയ്ത് കളയാം. തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി രണ്ടിടത്തും പ്ലസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താൽ മാത്രമേ ഇത് 0 ആയി പോകത്തുള്ളൂ. മൈനസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഇക്വേഷൻ്റെ സൈൻ എല്ലാം മാറ്റിയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ ആണോ പറയുന്നത്?